90% സംരംഭകരെയും അലട്ടുന്ന പ്രശ്നം അതാണ് മാർക്കറ്റിംഗ്. ഞാൻ വർഗീസ് തരകൻ. ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നൂറുകണക്കിന് സംരംഭകരുമായി നടത്തിയ ചർച്ചകളിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, അവരുടെ ബിസിനസ്സിന് ആപ്റ്റായ കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല. 2, അവരെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിലെ ആദ്യത്തെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ കണ്ട ഒരു 90% ബിസിനസ്സുകാർ അവരുടെ ബിസിനസ്സിന് ആപ്റ്റായ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത്. ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കസ്റ്റമറിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അഥവാ നമ്മുടെ സർവീസിലേക്ക് ആകർഷിപ്പിച്ച് അവരെ നിർത്തണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഹണ്ടിങ്, ഫാമിങ്, നർച്ചറിങ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ഈ പറയുന്ന ടേമുകൾ കൃത്യമായി എഴുതി വെച്ച് നിങ്ങളിത് മനസ്സിലാക്കണം. എപ്പോഴാണ് ഒരാൾ ഹണ്ട് ചെയ്യാൻ പോകുന്നത്? ഒരു ഹണ്ടർ എപ്പോഴും അയാൾക്ക് ആഹാരം വേണ്ടിയപ്പോഴാണ് അദ്ദേഹം ഹണ്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മീനെ കഴിക്കണം. നമ്മൾ ചൂണ്ടയുമായി അല്ലെങ്കിൽ വലയുമായി മീനെ പിടിക്കാൻ ഇറങ്ങുന്നു. ആ മീനെ പിടിച്ച് കിട്ടുന്ന മീൻ നമ്മൾ വറുത്തോ പൊരിച്ചോ കറി വെച്ചോ കഴിക്കുന്നു. അതേ സമയത്ത് ഫാമിംഗ് ഉണ്ട്. നമ്മൾ കൃത്യമായ ഒരു മീൻകുളം ഉണ്ടാക്കി ആ മീൻകുളത്തിൽ നല്ല മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് നല്ല ഭക്ഷണം ആ മീനുകൾക്ക് കൊടുത്ത് അത് വളർന്ന് വലുതാകുന്നു. വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ചൂണ്ട എടുത്തുകൊണ്ട് പോയി അവിടുന്ന് നമുക്ക് ഈ ഫിഷിനെ പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ വല വീശി നമുക്ക് അധികം മീനിനെ പിടിക്കാമെന്നുള്ളതാണ്. ഈ മീനെ വളർത്തുന്ന പ്രോസസ്സാണ് നമ്മൾ നർച്ചറിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെടി വെച്ച് ആ ചെടി ഫലം കിട്ടുന്നത് വരെ അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന പ്രോസസ്സാണ് നർച്ചറിങ് എന്ന് പറയുന്നത്. ഇത് 3 നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ കസ്റ്റമർ ഏതാണെന്ന് കൃത്യമായി നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്തതിന് ശേഷം കൃത്യമായി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഒരു മീൻകുളം ഉണ്ടാക്കുന്നു. മീൻകുളത്തിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങി ആ മീൻകുളത്തിലിടുന്നു. ഈ മീൻ കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള ആഹാരവും ആവശ്യമുള്ള വിറ്റമിൻസും ആവശ്യമുള്ള മരുന്നുകളും എല്ലാം കൊടുത്ത് ഒരു സർട്ടൻ പീരീഡ് വരെ കാത്തിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ഈ മീനെ പിടിക്കുന്നു. നമ്മുടെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും ചെയ്യുന്നത് ഹണ്ടിങ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കസ്റ്റമറെ വേണം, അന്നേരം കുറേ ആക്ടിവിറ്റീസ് ചെയ്യും, കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യും, അല്ലാതെ കുറേ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ചെയ്യും. നിങ്ങൾ ഹണ്ട് ചെയ്തു. അപ്പം നിങ്ങളുടെ വലയിൽ കൊത്തുന്നത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ഫാമിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായി കുളമുണ്ടാക്കി ആ കുളത്തിലേക്ക് നിരന്തരമായി നിങ്ങൾ ഭക്ഷണവും നിരന്തരമായി നിങ്ങൾ മെഡിസിനും നിരന്തരമായി വൈറ്റമിൻസും എല്ലാം കൊടുത്ത് ഇതിനെ വളരാൻ നിങ്ങൾ കാത്തിരിക്കണം. നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്. ലീഡ് ജനറേഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഈ ലീഡ് ജനറേഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്നേരം ക്ലോസ് ചെയ്യുന്ന കുറേ ലീഡ്സ് വരും. അതേ സമയത്ത് കുറേ നാളിന് ശേഷം ക്ലോസ് ചെയ്യാൻ സാധ്യതയുള്ള കുറേ ലീഡ്സ് വരും. അറിയാൻ താല്പര്യമുള്ള കുറേ ലീഡ്സ് വരും. ഇവരെയെല്ലാം കൃത്യമായ ഒരു മീൻ കുളത്തിലേക്ക് നമ്മൾ ആക്കുന്നു. അന്നേരം ആവശ്യമുള്ളവരെ നമ്മൾ അന്നേരം പിടിക്കുന്നു. ബാക്കിയുള്ളവരെ വളരാൻ നമ്മൾ സമയം കൊടുക്കുന്നു. വളരുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഫുഡും മെഡിസിനും കൊടുക്കുന്നു. ഇവിടെയാണ് വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ഒരു കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കണമെങ്കിൽ ഫാമിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിരിക്കുകയും അത് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ടതാണ്. അവരെ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് ആവശ്യമുള്ള സമയത്ത് വേണ്ട ആഹാരവും ആവശ്യമുള്ള സമയത്ത് വേണ്ട മെഡിസിനും ആവശ്യമുള്ള സമയത്ത് വേണ്ട വിറ്റമിൻസും കൊടുത്ത്
അവർ പാകത്തിനാകുമ്പോൾ അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കും. എന്നാൽ നമ്മുടെ ബിസിനസ്സുകാർ ചെയ്യുന്നത് അന്നേരം വല വീശി അല്ലെങ്കിൽ അന്നേരം ചൂണ്ടയിട്ട് അന്നേരം തന്നെ കിട്ടണം അവർക്ക്. ആ സമയത്ത് തന്നെയാണ് നമുക്ക് കസ്റ്റമറെ കിട്ടേണ്ടതെങ്കിൽ അവിടെ ഒരുപാട് പണം ചിലവാക്കുകയും ഒരുപാട് സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇനിയും പണം ചിലവാക്കിയാൽ പോലും നമുക്ക് ഒരു 100 ലീഡ് കിട്ടിയാൽ അതൊരു 10 ലീഡോ അല്ലെങ്കിൽ 15 ലീഡോ പോസിറ്റീവായ നല്ല ക്വാളിറ്റി ലീഡ്സ് ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള 85 ലീഡും അല്ലെ ബാക്കിയുള്ള 90 ലീഡും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവരെ നമ്മൾ മീൻകുളത്തിലേക്കാക്കി അവർക്ക് യഥാസമയം വേണ്ടുന്ന ഫുഡും യഥാസമയം വേണ്ടുന്ന വൈറ്റമിൻസും യഥാസമയം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവരെ വളരാനുള്ള സമയം കൊടുത്ത് വരുമ്പോൾ അവർ വളർന്ന് മൂക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ വാങ്ങിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ബിസിനസ്സിൽ നിങ്ങളുടെ കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ കസ്റ്റമറെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് 2 തരമുണ്ട്. ഒന്ന് ഹണ്ടിങ് ഉണ്ട്, 2 ഫാമിംഗ് ഉണ്ട്. ഫാമിംഗ് ആണ് ഏറ്റവും ബെറ്റർ. ഫാമിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിനെ നർച്ചർ ചെയ്യാനുള്ള വളരാനുള്ള സമയവും അതിനുള്ള സജ്ജീകരണങ്ങളും നിങ്ങൾ കൊടുക്കുമെങ്കിൽ ഇവരിൽ ഒരു 80% നിങ്ങളിലേക്ക് തന്നെ വരികയും നിങ്ങളുടെ പ്രോഡക്റ്റ് അഥവാ സർവീസ് അവർ വാങ്ങിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിൽ തന്നെ ഫാമിങ്ങും നർച്ചറിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയത്ത് തന്നെ അന്നേരം വരുമ്പം ഹണ്ടിങ്ങും ആവശ്യമാണ്. ഹണ്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നവരെ അന്നേരം നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഫാമിങ്ങിലൂടെയും നർച്ചറിങ്ങിലൂടെയും നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിങ്ങിലെ ഹണ്ടിങ്ങിനെ കുറിച്ചും ഫാമിങ്ങിനെ കുറിച്ചും നർച്ചറിങ്ങിനെ കുറിച്ചുമാണ് പഠിച്ചത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും പോസ്റ്റ് ചെയ്യുമല്ലോ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്